ഹായ് റിണിയെ, ചാവാനില്ലേ റിണിയെ? റിണി വീണ്ടും വലിയൊരു വൃത്തികേടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന്, റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ വലിയൊരു കള്ളവാർത്ത, അത് വലിയ വിവാദമാണ്. സുരേഷ് ഗോപി ചെയ്യാത്ത കാര്യം ചെയ്തു എന്നാണ് അരുൺകുമാറും കൂട്ടരും പറഞ്ഞത്. ഒരു കാര്യം പറയാം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്നത് തെറ്റല്ലേ? ഒരു കുറ്റം ചെയ്യാത്ത കുറ്റം ആ കുറ്റം ചെയ്തു എന്ന് പറയുന്നത് തെറ്റല്ലേ? അങ്ങനെ സുരേഷ് ഗോപി ചെയ്യാത്തത് ചെയ്തു എന്നാണ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞത്. അത് കയ്യോട് പിടിച്ചിട്ടുണ്ട്, വലിയ വിവാദമാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപി കേസിനടക്കം പോവാൻ സാധ്യതയുണ്ട്. എന്താണ് അരുൺകുമാർ കൊടുത്ത കള്ളവാർത്ത? ആ ഒരു കള്ളവാർത്ത ഞാൻ വെച്ചു തരാം, അത് ശ്രദ്ധിച്ച് കേട്ടാൽ അതിനുശേഷം അത് കള്ളം എങ്ങനെയാണ് ആവുന്നത് എന്ന് അതിൻ്റെ തെളിവ് ഞാൻ വെച്ച് തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു കാര്യം സുരേഷ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനോട് പറയുകയാണ്, എന്തിനാണ് ഇങ്ങനെ കള്ളവാർത്ത കൊടുക്കുന്നത്? അതിലേക്കൊക്കെ വരാം. അതിനുശേഷം ഓപ്പറേഷൻ തുഫാനിലൂടെ ഇന്നലെ കഞ്ചാവ് പിടികൂടിയത് കുക്കറിനുള്ളിലാണ്. അതായത് കുക്കറിനുള്ളിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ, അതിനുശേഷം ഓപ്പറേഷൻ തുഫാനിൻ്റെ കുറേ വാർത്തകൾ വരുന്നുണ്ട്. കോളേജ് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലത് കിട്ടി, കോളേജ് പെൺകുട്ടികൾക്ക് ചിലത് പോലീസ് കൊടുത്ത്, അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളെല്ലാം ഞാൻ വെച്ച് തരാം. ഓക്കെ, പിന്നീട് നെടുമങ്ങാട് കൊലപാതകം, അതായത് ആ പിഞ്ചോമന പൈതളിനെ കൊന്നതിൽ ചില തെളിവുകൾ, ഞെട്ടിക്കുന്ന ചില തെളിവുകൾ വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടി ആ തെളിവുകളൊക്കെ നിരത്തി സംസാരിക്കുന്നുണ്ട്. നാറി നാറി നായി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ചെറിയ വിവാദമാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ച് തരാം, നിങ്ങൾ ഓരോരുത്തരും കാണണം. ഓക്കെ, അതിനുശേഷം ഫാത്തിമ തഹലിയെ കുറിച്ചിട്ട് KT ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ വർഗീയതയുടെ വിഷമാണ് KT ജലീൽ തുപ്പിയത്. അത് ഞാൻ വെച്ച് തരാം, നിങ്ങൾ ഓരോരുത്തരും കാണണം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം വിഷയത്തിലേക്ക് കടക്കാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് റിണി വരുന്നത് എന്തിനെന്നറിയോ? അതായത് അവാർഡ് മേടിക്കാനല്ല. നമ്മുടെ സെലിംകുമാർ മരണപ്പെടുമ്പോൾ അവിടേക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അഹങ്കാരിയായി റിണി പോവുകയാണ്. എല്ലാ മാധ്യമങ്ങളോടും എന്തോ അവാർഡ് കിട്ടിയതുപോലെ സംസാരിക്കുകയാണ് ഈ റിണി. എല്ലാവരോടും കല്യാണത്തിന് വന്നതുപോലെ ചിരിച്ചുകൊണ്ട് അഹങ്കാരിയായിട്ടാണ് ഈ റിണി അവിടേക്ക് വന്നത്. എടി, നിനക്ക് മരിക്കാനില്ലേ? നീയൊക്കെ മരിക്കുന്നത് ഒരുപക്ഷെ സരിതയെപ്പോലെ, സരിത അനുഭവിച്ച് രോഗത്തിൽ മല്ലടിച്ച ഒരു രീതിയിലായിരിക്കും. അങ്ങനെ ആവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ചാണ് നീ കളിച്ചത്. രാഹുൽ മാങ്കൂടത്തിൽ എന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു മന്ത്രിയാവേണ്ട ആളായിരുന്നു. നീ കാരണമാണ് ആ പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതായത്. അത് ഓർത്താൽ കൊള്ളാം. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അതായത് ഈ മറ്റേ കഞ്ചാവ് വെച്ചത് വണ്ടിയുടെ അടിയിലാണ്. കുക്കറിൻ്റെ വിഷയത്തിലേക്കൊക്കെ, അതായത് കഞ്ചാവ് കുക്കറിൽ വെച്ചിട്ടുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് രസകരമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ഒരു പുതിയ സ്കീം പ്രകാരം ജില്ലാ പോലീസ് മേധാവി ഉറക്കമൊഴിച്ചതിന്റെ പുറകെ കൊണ്ടിരിക്കുകയാണ് ബഹുമാനിയായിട്ടുള്ള ചൈത്ര തെരേസ മേഡം. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ഡിറ്റക്ഷൻ. ഇല്ലെങ്കിൽ സാധാരണ ഈ ജീപ്പ് പോകുന്ന പോലെ ജീപ്പ് പോവും, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ജീപ്പ് എങ്ങനെ പരിശോധിച്ചാലും, ആര് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരിശോധിച്ചാലും ഇതിൽ കാണാത്ത രീതിയിലാണ് അവർ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു ഡിറ്റക്ഷൻ ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലാൻഡ്സാപ്പ് മൊത്തം നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞ CPM. അപ്പൊ ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഈ ഒരു വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ലാൻഡ്സാപ്പും അലർട്ടാവും. എല്ലാ സബ് ഡിവിഷനിലെ ഓരോ സബ് ഡിവിഷന് വേണ്ടിയിട്ട് ലാൻഡ്സാപ്പ് ഉണ്ട്. യാദൃശികമായിട്ട് അത് എന്റെ സബ് ഡിവിഷനിൽ വന്നു, എന്റെ സബ് ഡിവിഷനിലെ ആളുകൾ കൂടുതൽ അലർട്ടായി. പക്ഷേ ഇത് വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കാനും ഇവിടെ വന്നിട്ട് ഇവരെ സഹായിക്കാനും ജില്ലയിലെ മൊത്തം ഡാൻസ് ടീമും ആ രാത്രിയോട് രാത്രി ഇവിടെ എത്തി. കാരണം ഇതൊരു ചെറിയ ഇൻഫർമേഷൻ ആയിരുന്നില്ല. സാധാരണ നമുക്കൊരു 5 ഗ്രാം വരുന്നുണ്ട്, 10 ഗ്രാം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലോക്കലായിട്ട് തന്നെ അന്വേഷിക്കാം. അപ്പൊ ജില്ലയിലെ സിബിയുടെ കെയർ ഓഫിലുള്ള കീഴിലുള്ള ബഹുമാനീയനായിട്ടുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള എല്ലാ ഡാൻസ് ടീമും 3 മണി മുതൽ ഇങ്ങനെ ചുറ്റുന്നില്ല. കാരണം നമുക്ക് ഈ വരുന്ന വണ്ടി ചിലപ്പോ പെരിന്തൽമണ്ണക്ക് പോവാം, ഇതിപ്പോ ഇങ്ങോട്ട് വന്നുള്ളൂ, അല്ലെങ്കിൽ മാറി കൊളത്തൂർക്ക് പോവാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ നിങ്ങൾ, കഞ്ചാവ് വെച്ചത് എങ്ങനെ, എന്താ അല്ലേ?
അതായത് ഇതിന് മുമ്പൊക്കെ പിണറായി വിജയൻ 10 വർഷം ഭരിക്കുമ്പോൾ എങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. അതായത് ഇത് ബിസിനസ് ചെയ്യുന്നവർ കോടീശ്വരാണ്, അവരുടെ വീടൊക്കെ വലുതാണ്, ഇഷ്ടംപോലെ കാറുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. ഇത് മേടിച്ച് കഴിക്കുന്ന എനിക്കറിയത്തില്ല, അത് വലിക്കുന്ന ഈ കഞ്ചാവ് വലിക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ. ഒരു നേരം കഴിക്കാൻ ആഹാരത്തിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പിടിക്കുന്നതിൽ ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. നമുക്കെന്തായാലും ഇന്നലെ കുക്കറിൽ നിന്ന് കഞ്ചാവ് പിടിച്ച ആ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. കുക്കറിൽ ഒളിപ്പിച്ച കഞ്ചാവ് പിടികൂടി. കുന്നംകുളം അടുപ്പുട്ടി സ്വദേശിയായ യുവാവ് അറസ്റ്റിലായിരിക്കുന്നു. അതെങ്ങനെ? എന്റെ പൊന്നു ദൈവമേ, ആദ്യം ഈ ന്യൂസ് കണ്ടപ്പോ എനിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ തൂക്കി. അതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയണേ. കഴിഞ്ഞ 2 തവണയായി കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടയാളാണ് കുന്നംകുളം അടുപ്പൂട്ട് സ്വദേശിയായ ബിനീഷ്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. 40 വയസ്സുണ്ട്. ബിനീഷിന്റെ വീട്ടിൽ പോലീസും ലഹരി വിരുദ്ധ സേനയും പരിശോധനയ്ക്കായി വന്നതായിരുന്നു. ഈ സമയത്ത് ബിനീഷ് ചെയ്തത് വീട്ടിലുണ്ടായിരുന്ന 400 ഗ്രാം കഞ്ചാവ് നേരെ അടുക്കളയിലെ കുക്കറിനുള്ളിൽ, അതായത് കുക്കറിൽ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഈ കുക്കറിനുള്ളിലേക്ക് ഈ കഞ്ചാവ് എടുത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരന് ഇത് ഇൻസ്പയർ ചെയ്തത് ഏത് സിനിമയിൽ നിന്നാണെന്ന് അറിയാമോ? ദാ ഒന്ന് നോക്കിക്കേ. എന്താ അല്ലേ, ഈ സിനിമയിൽ നിന്നാണ് ഇവർ പഠിച്ചത് പോലീസ് പിടിച്ച രീതി. അതായത് പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ഈ വീട്ടിൽ കഞ്ചാവുണ്ട് എന്ന്. പോലീസ് അവിടെ തപ്പിയിട്ട് ഒരിടത്ത് പോലും ഒരു കഷ്ണം പോലും ഒന്നും കിട്ടുന്നില്ല. പോലീസ് തിരിച്ചു പോകുന്ന സമയത്താണ് കുക്കറിൽ നിന്ന് വിസിലടിക്കുന്നത്. വല്ലാത്ത മണം, അതായത് വല്ലാത്ത മണം. പോലീസ് ചോദിക്കുകയാണ് എന്താണ് കുക്കറിൽ വെച്ചത്. അപ്പോൾ ഈ പറയുന്ന പോലീസ് ഞെട്ടുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് കഞ്ചാവുള്ളത്. എന്താ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥികളോടൊക്കെ നമ്മുടെ പോലീസ് ചെയ്യുന്നത്. വിൽപ്പനക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് അതാത് സ്റ്റേഷനിലെ പോലീസിനെ അറിയിക്കണം. ആ അറിയിക്കുന്ന വിവരം രഹസ്യ സഭാത്തോടെ സൂക്ഷിക്കുന്നതാണ്. നമ്മുടെ നാടിനെ ലഹരി മുക്തമാക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന നാർക്കോ ഹണ്ട് നിങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും തയ്യാറല്ലേ? കാഷ്വലായിട്ട് ജൂൺ 1-ാം തീയതി ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാന്റെ വിവരണം കൊടുക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വാഭാവികമായി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് ഈ ഭവ്യ എന്ന് പറയുന്ന കുട്ടി സല്യൂട്ട് ചെയ്തത്. അത് ആരോ ഷൂട്ട് ചെയ്യുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ നല്ല കയ്യടി നേടുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത് കുട്ടിയുടെ വീട്ടിലെത്തി. ലഹരിക്കെതിരെ പ്രതികരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ സാർ ഇതൊക്കെ ഒന്ന് പറഞ്ഞപ്പോ എനിക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നിയതാ. റെസ്പെക്ട്. ഞാൻ SPC-ലൊക്കെ ഉണ്ടായിരുന്നു 8-ലൊക്കെ പഠിക്കുമ്പോ. സന്തോഷായി. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇങ്ങനെയാണ് കേരള പോലീസ് വേണ്ടത്. അല്ലാതെ നീ എന്തോടാ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം എന്തെങ്കിലും ഇപ്പോൾ വേറെ ചില പോലീസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നീ ആരാണ് സല്യൂട്ട് അടിക്കാൻ, അങ്ങനെയും ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാതൃകയാണ്. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. കുറേ വിഷയം ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ആദ്യം നെടുമങ്ങാട് ആ പിഞ്ചോമന പൈതളിനെ കൊന്നതിൽ ചിലർ ഞെട്ടിക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതും ഒന്ന് കാണണം. ഈ നാറി പുഴുത്ത് ചാവണം. ഈ നാറിയുടെ മരണം കേരളം ഒന്നാകെ ആഘോഷിക്കണം. ഇവൻ മാത്രമല്ല, ഇവളും പുഴുവരിച്ച് തന്നെ ചാവണം. കാരണം ഇവര് രണ്ടുപേരും ആ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹം അത്രക്ക് വലുതാണ്. ലോകത്ത് ഒരു കുഞ്ഞിനും ഇതുപോലൊരു ഗതി വരുത്തരുത് ദൈവം. അത്രയും വേദന സഹിച്ചിട്ടാണ് ആ പൊന്നുമണി ഈ ലോകം വിട്ടു പോയത്. മോനെ, നീ എന്ത് പാപം ചെയ്തിട്ടാണ് ആ രാക്ഷസിയുടെ വയറ്റിൽ പോയി പിറന്നത്? ഈ 1.5 വയസ്സിന്റെ ഇടയിൽ സന്തോഷം എന്താണെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞിട്ടില്ല. വേദന മാത്രമേ ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ളൂ. ഈ അഷ്കർ എന്ന് പറയുന്ന പരമനാറിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവൻ ആ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് വായിച്ചപ്പോൾ എന്റെ ദൈവമേ എന്ന് ഒരു നിമിഷത്തേക്ക് വിളിച്ചുപോയി. ആ കുഞ്ഞിന്റെ കാല് മുതൽ തല വരെ ചെറുതും വലുതുമായ 91 മുറിവുകളാണുള്ളത്. അതിലെ ഏറ്റവും വലിയ മുറിവുകൾ ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലും കാലിലും ഉള്ളതായിരുന്നു. ആ കുഞ്ഞ് ഓടിക്കളിക്കാതിരിക്കാൻ ആ കുഞ്ഞിന്റെ കാലിൽ അവൻ ലൈറ്റർ കൊണ്ട് പൊള്ളിച്ചു. അത് പഴുത്ത് വ്രണപ്പെട്ട് ആ കുഞ്ഞിന്റെ കാലിൽ അസ്ഥി പുറത്തു വന്നു. എന്നിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല.
അതിലും വലിയ മറ്റൊരു ക്രൂരത, ആ കുഞ്ഞിന്റെ 2 കൈയും ഒടിച്ചിട്ട് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അത്രയും ദിവസം എന്ത് വേദന ആ പൊന്നുമോൻ സഹിച്ചിട്ടുണ്ടാവും. ഈ കയ്യൊക്കെ ഒടിയുമ്പോഴുള്ള വേദന എത്രത്തോളമാണെന്ന് ഒടിഞ്ഞവർക്കറിയാം. ഒന്ന് ഉറക്കെ വിളിച്ച് കരയാൻ പോലും ആ കുഞ്ഞിനെ അവൻ അനുവദിച്ചില്ല. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാൻ മനസ്സനുവദിക്കുന്നില്ല. ഇതൊക്കെ ആ കുഞ്ഞിനോട് അവൻ ചെയ്യുമ്പോഴും ആ കുഞ്ഞിന് ജന്മം കൊടുത്ത ആ അമ്മ എന്ന പുന്നാര മോളും അവിടെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു പോലീസുകാരന്മാരെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? ആ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞ് അനുഭവിച്ച മുകളിലുള്ള വേദന ഈ 2 എണ്ണത്തിന് നിങ്ങൾ കൊടുക്കണം. മരണവേദന എന്താണെന്ന് ആ അഷ്കർ എന്ന ക്രൂരനെ നിങ്ങൾ അറിയിക്കണം. ഈ അഷ്കർ എന്ന് പറയുന്ന നാറിയുടെ ഉമ്മ ഇനിയും ഇവനെ വന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ചെരിപ്പൂരി അടിക്കും. കാരണം നിങ്ങൾ ജനിപ്പിച്ച, നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ മകൻ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനാണ്. ഈ പെൺകുട്ടി പറഞ്ഞത് എല്ലാം ശരിയാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ അല്ല, ഞാൻ ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് കുറേ വിഷയം ചർച്ച ചെയ്യാനുണ്ട്. KT ജലീൽ, അതായത് ഫാത്തിമ തഹലിയയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ വിഷം തുപ്പുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ മതം വിൽക്കുന്നത്? ഇവരൊക്കെ എന്താണ്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൃഷ്ണൻ എന്നാണ്, മുഹമ്മദ് എന്നാണ്, വിൻസെൻ്റ് എന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, വർഗീയതയില്ല. അങ്ങനെയാണ് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇവിടെ ഈ വൃത്തികെട്ടം, ഞാൻ വേറെന്തോ പറയുന്നില്ല, ഹിന്ദു മുസൽമാൻ അത് ഇത് എല്ലാം ആഘോഷിക്കുക. നിങ്ങൾക്കെന്തേ? ഇവരൊരു മറ്റേടുത്ത് നമുക്കെന്തായാലും KT ജലീൽ പറയുന്ന ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഈ നിലവിളക്ക് കൊളുത്തുന്ന ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരല്ല എന്നാണ് താങ്കൾ കരുതുന്നത്? ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് നമ്മളുടെ മനസ്സിന്റെ ഉദ്ദേശശുദ്ധി പോലിരിക്കും. അതെ, നിയ്യത്താണ് പ്രധാനം. അത് ഒരു മതാചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള നിയ്യത്തോടുകൂടി നമ്മളത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ തെറ്റുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലവിളക്ക് കൊളുത്തുന്നത് നാട്ടാചാരം എന്നുള്ള നിലക്കാണ്. അതിൽ ഒരു ദൈവികമായിട്ടുള്ള മതപരമായ പരിവേഷവും അവരതിൽ കാണുന്നില്ല എന്നതുപോലെ ഒരു ഇസ്ലാം മത വിശ്വാസിക്കും അത് കാണാം. അല്ല, വിളക്ക് കൊളുത്തുന്നത് ഇപ്പോ ഫാത്തിമ തഹ്ലിയ വിളക്ക് കൊളുത്തി, മുസ്ലിം ലീഗിന്റെ MLA. എന്തുകൊണ്ടാണ് അത് വാർത്തയാകുന്നത്? ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ മറ്റു MLA-മാരും വിളക്ക് കൊളുത്തിയിട്ടില്ല. അത് തെറ്റാണ്. കാരണം ഇബ്രാഹിം കുഞ്ഞ് മരണപ്പെട്ടു പോയി, അദ്ദേഹം വിളക്ക് കൊളുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതോ ഒരു ചടങ്ങിൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഷാജി വിളക്ക് കൊളുത്തുന്നത് ഞാൻ കാണാനിടയായി. അപ്പൊ വിളക്ക് കൊളുത്താം, അത് ദൈവികമായിട്ടുള്ള ഒരു പരിവേഷം, ഒരു മതവിശ്വാസത്തിന്റെ അനുഷ്ഠാനം അല്ലെങ്കിൽ ആചാരം എന്നുള്ള നിലയിൽ അതിനെ കാണാതെ ഒരു നാട്ടു സംസ്കാരം, ഒരു ദേശത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു അടയാളം എന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, ഒരു വിളക്ക് കൊളുത്തിയാൽ എന്താണ് പ്രശ്നം? ഒരു ആരെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ ഒരു പള്ളിയിൽ കയറിയാൽ എന്താണ് പ്രശ്നം? ഇതൊക്കെ എന്താണ്? ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ചിലപ്പോൾ ഹലാൽ ഹറാം എന്നൊക്കെ പറഞ്ഞ് ചില രംഗത്ത് വരും. എൻ്റെ അറിവിൽ പൊന്നു മനുഷ്യന്മാർ, നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. എന്തിനാണ് വർഗീയതൊക്കെ പറഞ്ഞ് ചാവുന്നത്, തമ്മിൽ തല്ലുന്നത്? ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും കണക്കുന്നില്ല. നമ്മുടെ എന്നല്ല, റിപ്പോർട്ടർ ചാനൽ കൊടുത്ത വലിയ ഒരു ഫേക്ക് വാർത്ത. അതിനു മുമ്പ് ഇതൊന്ന് കാണണം. അതായത് സൂര്യകുമാർ, ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. സൂര്യകുമാർ യാദവ് IPL താരമാണ്, ക്രിക്കറ്ററാണ്. ഈ സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്തു, വലിയ വിവാദമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. നിങ്ങൾ നോക്കണം ഈ സ്ക്രീൻഷോട്ട്. സൂര്യകുമാർ യാദവ് മുംബൈയെ അൺഫോളോ ചെയ്തിട്ടില്ല. ഇവർ കൊടുത്ത വാർത്തയാണ് സൂര്യകുമാർ മറ്റേ അൺഫോളോ ചെയ്തു എന്ന്. നാണമുണ്ട്. ഓക്കെ, അത് ഇരിക്കട്ടെ. ഓക്കെ, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ അതായത് സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് നമ്മുടെ സലീം കുമാർ മരണപ്പെടുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ കള്ളവാർത്ത കൊടുക്കുകയാണ്. അതായത് സുരേഷ് ഗോപിയോട് നമ്മുടെ സലീം കുമാറിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സുരേഷ് ഗോപി അഭിപ്രായം പറയുന്നുണ്ട്. എന്നാൽ അരുൺകുമാർ പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ രാഷ്ട്രീയം പറഞ്ഞു, ഞങ്ങളുടെ രാഷ്ട്രീയമല്ല ഈ പറയുന്ന സലീം കുമാറിൻ്റെ രാഷ്ട്രീയം, അങ്ങനെയൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. നിങ്ങൾ ആ ടൈറ്റിൽ കാണണം. എന്നാൽ അതിൽ സുരേഷ് ഗോപി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ ഓരോരുത്തരും അത് ഫുള്ളായിട്ട് കാണണം. ആ വീഡിയോയിൽ സുരേഷ് ഗോപി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 3 തവണ കണ്ടു, പക്ഷേ എവിടെയും സുരേഷ് ഗോപി രാഷ്ട്രീയം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വെറുതെ കള്ള വാർത്തയാണ് അവർ കൊടുത്തത്. നിങ്ങൾ അതൊന്ന് കാണണം. ഓക്കെ, എല്ലാ വേർപാടുകളും ദുഃഖം മാത്രം
പകർന്നു നൽകിക്കൊണ്ടാണ് വേർപാടുകൾ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ വേർപെട്ട് പോകുന്നതാണ്. നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതമെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. യശസ്വരീതനായ ശ്രീ സലീം കുമാറിലൂടെ വളരെ കാലത്ത് എനിക്ക് തോന്നുന്നു ടി വിയിലൊക്കെ മിമിക്രി പ്രകടനങ്ങൾ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമയിൽ ഒരുപക്ഷെ ഇന്നും നമുക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ലാത്ത തമാശയുടെ ഹാസ്യത്തിൻ്റെയൊക്കെ രാജാക്കന്മാരുണ്ട്. അവരിൽ നിന്നൊക്കെ വളരെ വേറിട്ട ഭാവവും മുഖവും ഒരുപക്ഷെ ചിരിക്ക് പുതിയ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ അതുല്യ പ്രതിഭയാണ്. ഒരു പുതിയ കാലഘട്ടം തന്നെ ഹാസ്യത്തിനൊരു മാറ്റമുള്ള ഭാവം കൊണ്ടുവന്ന അതുല്യ പ്രതിഭയാണ് സലീം കുമാർ. അപ്പം ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലേക്കുള്ള വരവ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഡയറക്ടർ സംവിധായകൻ ലാലിനോ റാഫി മക്കാട്ടിനോ ഒന്നും അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പരിചയം ഇല്ലാതിരുന്ന അവസ്ഥയിൽ സത്യമേവ ജയത എന്ന് പറയുന്ന സിനിമയിൽ അതിനും ഒരു പശ്ചാത്തലമുണ്ട്. അത് സലീം കുമാറിനറിയാം. സലീം കുമാർ അത് പല ഇടങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ തെങ്കാശി പട്ടണത്തിലേക്ക് ഒരു പകരക്കാരനായി കൊണ്ടുവരുന്നിടത്താണ് ഒരു പക്ഷേ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നേതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചത് ആ ഒരു ബന്ധമാണ് അറ്റുപോകുന്നത്. അതിൽ ദുഃഖം നമുക്ക് പ്രായാധിക്യം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രായമായിട്ടുണ്ട്. പക്ഷെ ഒരു സന്ദേശം ഉണ്ട്. എല്ലാ കലാകാരന്മാർക്കുമല്ല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എല്ലാ രീതിയിലും അനുഭവിച്ച് ആസ്വദിച്ച ഒരു ജനതയ്ക്ക് ഒരുപാട് സന്ദേശങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളില്ലെങ്കിൽ പോലും ജീവിതത്തിൽ ഇനി എവിടെയൊക്കെയോ എത്തേണ്ട കുഞ്ഞുങ്ങളാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.